പറ്റിയടാ? ആ ഈ സിനിമയിലൊക്കെ ഇങ്ങനത്തെ സീനിൽ ജ്യൂസ് കൊണ്ടുവരുമ്പോ 5 ഗ്ലാസ്സാ കൊണ്ടുവരാ. അപ്പോഴാ ഓർക്ക 5-മത്തെ ആള് പോയല്ലോന്ന്. എന്നിട്ട് 4 പേരും കൂടി 5-മത്തെ ആളോർത്ത് സങ്കടപ്പെടും. അത് ഓർത്തപ്പോഴാ താങ്ങാൻ പറ്റാതെ പോയത്. കൊച്ചിയിലെന്നല്ല, കേരളത്തിൽ തന്നെ സെന്റിമെന്റലായി മണ്ടത്തരം അടിക്കുന്ന ഏക നടൻ ഇവനായി. എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. 2 ദിവസമായി നമ്മൾ വല്ലാത്ത രീതിയിലാണ് ജീവിക്കുന്നത്. എപ്പോഴും കളിയും ചിരിയും ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ സെന്റിയ. ഇത് മാറണം, മറന്നേക്ക്. ഇപ്പൊ പാറുവിന്റെ കൂടെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ആകെ ഇമോഷണലാ. നമുക്കിത് മാറ്റണം. ടോണിയുടെ കുസൃതിയും ആനന്ദന്റെ മണ്ടത്തരവും റോയ്ച്ചന്റെ ഉപദേശവും എല്ലാം നമുക്ക് തിരിച്ചു വേണ്ടേ? ഞാൻ തിരിച്ചെത്തി. ഞാനും എത്തി. ഞാനും. റോയ്ച്ചാ, റോയ്ച്ച തിരിച്ചു വാ. റോയ്ച്ച തിരിച്ചു വരാൻ വാ. വിട്ടേടാ, എന്തിത് എങ്ങോട്ട് വരാൻ? ഇവര് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ അങ്ങോട്ടും പോയിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ റോയിച്ചൻ കൂടെ തിരിച്ചെത്തിയ സ്ഥിതിക്ക് നമുക്ക് ഒന്ന് ആഘോഷിക്കാം. എന്നാലും നമ്മുടെ പാറു എടാ, നീ പറയുന്ന പോലെ ഒന്നുമില്ല. അതിപ്പോ ഏത് ജോലിക്കെന്ന് പറഞ്ഞാ പോവാ. അതിപ്പോ ഏത് ജോലിക്കും പോയിക്കൂടെ? കൊച്ചിയിലല്ലേ? നിനക്കാണെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് പറയാം. പിന്നെന്താ കുഴപ്പം? ജോലിയെ കിട്ടും, പക്ഷേ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു പ്രൊഫഷനൊക്കെ ഉണ്ടല്ലോ, അതിപ്പോ ഏതാ മനസ്സിലാവാത്തത്. അതിപ്പോ നിന്റെ ഉള്ളിൽ എനിക്കെങ്ങനെ അറിയാനാ? സാറേ, അതിനൊരു വഴിയുണ്ട്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ സാറേന്ന് വിളിക്കരുത്. ഓക്കെ 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 ഓക്കെ. ടോണി എന്ത് പണിയാ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം കാശ് കിട്ടുക എന്നുള്ളത് തന്നെയാ. പക്ഷേ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ വേണം. നിറച്ച് കേൾസ് ഒക്കെ ഉള്ള ഒരു ഓഫീസ്, അത്രേ ഉള്ളൂ. ഓഹോ, ഒരാള് കുട്ടിയായിരിക്കുമ്പോഴേ അയാളുടെ വാസനകൾ തിരിച്ചറിയാൻ പറ്റുമെന്ന് ഗംഗാരൻ മാഷ് പറയാറ്. പക്ഷെ നിനക്കാകെ ഫ്ലേട്ടിംഗ് വാസനയുള്ളൂ. അതൊരു തൊഴിലുമല്ല. പിന്നെ എന്ത് പണിയാ ഞാൻ നിനക്ക് പറഞ്ഞുതരാൻ? സാറേ, ടോണിക്ക് പറ്റിയൊരു പണിയുണ്ട്. എന്താ? ഫോട്ടോഗ്രാഫി. ടോണിക്ക് ഫോട്ടോ എടുക്കുന്നതിലൊരു പ്രത്യേക കഴിവുണ്ടെന്ന് ഞാൻ അന്നേ കണ്ടെത്തിയതാ. അത് ശരി കേട്ടോ. എടാ, നീ അന്ന് എന്റെ ഫോട്ടോ കയറി എടുത്തിട്ട് എന്ത് രസമായിരുന്നു. അത് നമ്മൾ കണ്ടല്ലേ? സംഭവമൊക്കെ ശരിയാ. അന്നെടുത്ത ഫോട്ടോയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ഒരു പ്രൊഫഷൻ ആക്കാന്നൊക്കെ വെച്ചാ മതി മതി. എടാ, നീ ഈ ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോകുമ്പോ എനിക്ക് ഈ ഫോട്ടോ കാണിച്ചാ പോരെ? ചേട്ടൻ സംവിധായകന്മാരെ കാണാൻ പോകുമ്പോ ഫോട്ടോ എടുക്കാതെ പോകുന്നതാ ഭംഗി. സുനിലേ, നിന്റെ ദമ്മിടല്ലേ കോഫി ഷോപ്പിൽ മതി. ഇതാള് വേറെ ആട്ടാ. എന്തായാലും നമ്മുടെ രാജേഷിനൊന്ന് വിളിച്ചു നോക്കാം. അവൻ ഫോട്ടോഗ്രാഫറാണല്ലോ. രാജേഷേ, ടോണിയാ.